Hi guys, welcome back to Eduboard. Once again, it's me, Salsabin, your economics teacher. അപ്പോൾ ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്ന സീരീസിലെ 11ാമത്തെ ചോദ്യമാണ് നിങ്ങൾക്ക് ഇന്ന് തരാൻ പോകുന്നത്. 11ാമത്തെ ചോദ്യം മിക്കവാറും പേർക്ക് അറിയുന്നതായിരിക്കും, പക്ഷേ നിങ്ങൾ മസ്റ്റായിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. വേറെ ഒന്നുമല്ല, നിങ്ങളെല്ലാവരും മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞ ചാപ്റ്റർ അവിടെ നമുക്ക് നിർബന്ധമായിട്ടും വരുന്ന ഒരു ചോദ്യം ഉണ്ട്. ഏതാ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നോക്കിക്കൊള്ളൂ. ചോദ്യം ഇതാണ്: ദ മാർക്കറ്റ് ഡിമാൻഡ് ഫംഗ്ഷൻ ആൻഡ് മാർക്കറ്റ് സപ്ലൈ ഫംഗ്ഷൻ ആർ ഗിവൺ ആസ് ഫൈൻഡ് ദ ഇക്വിലിബ്രിയം പ്രൈസ് ആൻഡ് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി. അഥവാ നമ്മളോട് ഇക്വിലിബ്രിയം പ്രൈസും ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റിയും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ട് 3 മാർക്കിന് ഒരു ചോദ്യം വരാറുണ്ട്. ആ ചോദ്യമാണ് ഇവിടെ തന്നിരിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ് വരിക: നമുക്ക് എന്ത് ചെയ്യും, ഡിമാൻഡ് ഫംഗ്ഷൻ തരും, അതേപോലെ സപ്ലൈ ഫംഗ്ഷൻ തരും. എന്നിട്ട് നമ്മളോട് എന്ത് ചെയ്യും, ഈ പറയുന്ന പ്രൈസ് ഇക്വിലിബ്രിയം പ്രൈസും ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാൻ അറിയാം. ഇക്വിലിബ്രിയം പ്രൈസ് നമുക്ക് എന്ത് ചെയ്യാം, പി സ്റ്റാർ എന്ന് കൊടുക്കാം. ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി നമുക്ക് എന്ത് ചെയ്യാം, ക്യൂ സ്റ്റാർ എന്നും കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം, ഇക്വിലിബ്രിയം ആണെങ്കിൽ നമ്മൾ പഠിച്ചൊരു കാര്യം ഉണ്ടല്ലേ, ഇക്വിലിബ്രിയം ആണെങ്കിൽ എന്താ അതിൻ്റെ അർത്ഥം? ഇക്വിലിബ്രിയം ആണെങ്കിൽ അവിടെ ഒരു കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഡിമാൻഡും സപ്ലൈയും തുല്യമായിരിക്കും. ഇത് നമ്മുടെ ഡിമാൻഡ് കർവ്, ഇത് നമ്മുടെ സപ്ലൈ കർവ്. അപ്പോൾ അവിടെ എന്തായിരിക്കും, ഇക്വിലിബ്രിയം പ്രൈസും ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റിയും അല്ലെ, ക്യൂ സ്റ്റാറും അതേപോലെ പി സ്റ്റാർ ആണ് നമുക്കറിയാം അല്ലെ. അപ്പോൾ ഇക്വിലിബ്രിയം ആണെങ്കിൽ എന്തായിരിക്കും, അറ്റ് ഇക്വിലിബ്രിയം ആണെങ്കിൽ എന്തായിരിക്കും, നമുക്കറിയുന്നൊരു കാര്യമുണ്ട്, ക്വാണ്ടിറ്റി ഓഫ് ഡിമാൻഡ് വിൽ ബി ഈക്വൽ ടു ക്വാണ്ടിറ്റി ഓഫ് സപ്ലൈ. നമുക്കറിയുന്നവരാണല്ലോ, ക്വാണ്ടിറ്റി ഡിമാൻഡും ക്വാണ്ടിറ്റി സപ്ലൈ ആയിരിക്കും തുല്യമായിരിക്കും. കാരണം രണ്ടും കൂടി തുല്യമാവുന്ന പോയിന്റാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ ഇന്റർസെക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഇക്വിലിബ്രിയം പോയിന്റ് ഉണ്ടായത്, ഇ എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ടായത് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നേരെ ഇക്വേഷൻ എഴുതിയേക്കാം. ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്താണ്, 200 മൈനസ്, നമുക്ക് ഇവിടെ എഴുതിയേക്കാം ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇസ് ഈക്വൽ ടു 200 മൈനസ് പി എന്നാണെന്നും, അതേപോലെ ക്വാണ്ടിറ്റി സപ്ലൈ ഇസ് ഈക്വൽ ടു 120 പ്ലസ് പി ആണ്. 120 പ്ലസ് പി ആണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലേ. ഇനി ഇവിടെ തന്ന മറ്റ് രണ്ട് കാര്യങ്ങൾ കൂടി നോക്കിക്കോട്ടെ നിങ്ങൾ. 40 പി എന്ന് പറഞ്ഞത് എന്താണ്, അതായത് ഇതിൻ്റെ അർത്ഥം തരുമോ, പിൻ്റെ വാല്യൂ 200നും 0ൻ്റെ ഇടയിലായിരിക്കും അതിൻ്റെ അർത്ഥം. ഓക്കെ, അതേപോലെ അവിടെ തന്ന മറ്റൊരു കാര്യം, 10നേക്കാൾ കൂടുതലായിരിക്കും അടുത്ത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം ചുരുക്കി പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും, പി എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ ഇടയിലേക്കാരും വരിക, 10ൻ്റെയും അതേപോലെ തന്നെ 200ൻ്റെയും ഇടയിലായിട്ടാണ് നമ്മുടെ വാല്യൂ വരിക. അപ്പോൾ അതിനൊരു ക്ലൂ ആണ് നമുക്ക് ഇവിടെ തന്നത്. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾ ബേജാറാവരുത്, എന്താണ് സംഗതി, നമുക്കൊരു ക്ലൂ അവിടെ തന്നെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ആ ക്ലൂ വെച്ച് നമുക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ഇന്ന് നേരെ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ പോട്ടോ. ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇക്വേഷൻ നമുക്ക് തന്ന സ്ഥിതിക്ക് നമുക്ക് വെച്ച് സോൾവ് ചെയ്ത് നോക്കാം. അതായത് 200 മൈനസ് പി ഈക്വൽ ടു, ഒന്നുകൂടി എഴുതാവേ, 200 മൈനസ് പി. ഓക്കെ, 200 മൈനസ് പി ഈക്വൽ ടു 120 പ്ലസ് പി ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യുക, ഈ പറഞ്ഞ സംഖ്യകൾ ഒരു ഭാഗത്തേക്കും അതേപോലെ ലെറ്റേഴ്സിന് മറ്റൊരു ഭാഗത്തേക്കും കൊണ്ടുപോകാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, മൈനസ് പി എന്നുള്ളതിനെ എങ്ങോട്ട് കൊണ്ടുപോകും, അപ്പോൾ എന്തായി മാറും, അത് പ്ലസ് പി ആയി മാറും. കാരണം നമ്മൾ പഠിച്ചിട്ട് സമത്തിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എന്തെയും സിമ്പൽ മാറുന്നില്ലായിരിക്കും അല്ലേ. ഇവിടെ പ്ലസ് 20 എന്നുള്ളതിനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എന്തെയും മൈനസ് 20 എന്നായി മാറും. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ചെറിയൊരു മാറ്റം വരും, അത് ഇങ്ങനെയായി മാറും. എന്താണ് ഇക്വേഷൻ മാറുന്നത് കേട്ടോ, 200 മൈനസ് പി ഈക്വൽ ടു 120 പ്ലസ് പി എന്നായിരുന്നു. അത് നമ്മൾ അങ്ങനെ അങ്ങോട്ട് മാറ്റുമ്പോൾ എന്താവും, 200 മൈനസ് 120 എന്നായി മാറും. കാരണം എന്താണ്, ഇവിടെ ഉണ്ടായിരുന്ന ഈ പ്ലസ് 120 ഇങ്ങോട്ട് വരുമ്പോൾ എന്താകും, മൈനസ് 20 ആയി മാറും, മൈനസ് 120 മാറും. മൈനസ് പി ഇങ്ങോട്ട് പോകുമ്പോൾ എന്തായി മാറും, നമ്മുടെ ഇക്വേഷനിൽ മാറ്റം വരില്ലേ. അപ്പോൾ നമുക്ക് കൊടുക്കാം, പി എന്നുള്ളത് എന്തായി മാറും, മൈനസ് പി എന്നുള്ളത് പ്ലസ് പി എന്നായി മാറും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എന്താകും, 200 180 കുറച്ചാൽ 80 എന്ന് കിട്ടും. അതെന്താകും, 2 പിക്ക് തുല്യമാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പി കിട്ടാൻ എന്ത് മതി, 80നെ 2 കൊണ്ട് ഡിവൈഡ് നമുക്ക് കിട്ടും, എത്ര കിട്ടുക, 40 എന്ന് കിട്ടും. പ്രൈസ് നമുക്ക് കിട്ടി. ഓക്കെ, പി സ്റ്റാർ എന്ന് പറയുന്നത് 40 ആണെന്ന് കിട്ടി. ഇനി നമ്മൾ ക്വാണ്ടിറ്റി കാണാൻ വേണ്ടി, ഓക്കെ, ക്വാണ്ടിറ്റി എത്രയായിരിക്കും കാണാൻ വേണ്ടി നമ്മൾ എന്ത് മതി, ഒന്നുകിൽ നമുക്ക് ക്വാണ്ടിറ്റി ഡിമാൻഡും ക്വാണ്ടിറ്റി സപ്ലൈയും ഈക്വലായിട്ട് ഏതെങ്കിലും ഒരു ഇക്വേഷൻ എടുക്കാം. ഞാനിവിടെ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇക്വേഷൻ എടുക്കുകയാണ്. ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്താണ്, 200 മൈനസ് പി ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 200 മൈനസ് 40 ആണ്. എത്ര വരും ആൻസർ, 160 എന്ന് വരും. 160 എന്ന് വരും. ഇനി ഇതിന് പകരം ഞാൻ ക്വാണ്ടിറ്റി സപ്ലൈ ആണ് എടുത്തതെന്ന് വിചാരിക്കാം. നോക്കണേ, ക്വാണ്ടിറ്റി സപ്ലൈ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, 120 പ്ലസ് പി ആയിരുന്നു ഉണ്ടായിരുന്നത്. അതായത് 120 പ്ലസ് 40 ആണ് ചെയ്താൽ മതി. അപ്പോൾ എത്ര ആൻസർ കിട്ടുക, അതും 160 എന്ന് തന്നെയാണ് കിട്ടുക. അപ്പോൾ നോക്കി നിങ്ങൾ, ഇവിടെ നമുക്കിവിടെ കിട്ടി, പി സ്റ്റാറും കിട്ടി, അതേപോലെ എന്ത് കിട്ടി, ക്യൂ സ്റ്റാറും കിട്ടി, 160 ആണ് കിട്ടി. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ വരിക. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മളിങ്ങനെ ചെയ്ത് പഠിക്കേണ്ടത്. ഇതൊരു മോഡൽ ടൈപ്പാണ്, ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്നത്. ഇനി അടുത്തൊരു മോഡൽ കൂടി നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അടുത്ത മോഡൽ ഇതാണ്, ഡിമാൻഡും സപ്ലൈ ഫംഗ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഇനി നമ്മളോട് എന്താ പറഞ്ഞത്, ഇക്വിലിബ്രിയം പ്രൈസും ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാൻ അറിയാം. അപ്പോൾ നമുക്ക് നോക്കാം, ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്താണ്, 80 മൈനസ് 2p എന്നും, ക്വാണ്ടിറ്റി സപ്ലൈ 60 പ്ലസ് 2p എന്നത് തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമുക്കറിയാം, ഇക്വിലിബ്രിയം ആണെങ്കിൽ എന്തായിരിക്കും, ഡിമാൻഡും സപ്ലൈ ഒക്കെ തുല്യമായിട്ട് വന്ന പോയിന്റ് ആയിരിക്കും. ഡിമാൻഡ് സപ്ലൈയും തുല്യമായിട്ട് വന്ന പോയിന്റ് ആയിരിക്കും ഉണ്ടാവും നമുക്കറിയാം. ആ സമയത്ത് പ്രൈസ് ആണ് പി സ്റ്റാർ എന്നും, ആ സമയത്ത് ക്വാണ്ടിറ്റി ആണ് ക്യൂ സ്റ്റാർ എന്നും നമുക്കറിയാം. അതാണ് ഇക്വിലിബ്രിയം പ്രൈസ് ആണ് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി എന്ന് അറിയപ്പെടുന്നത് നമുക്കറിയാം. അത് വെച്ച് നമ്മൾ ചെയ്യാൻ പോകുന്നുണ്ടോ നോക്കണേ. ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇസ് ഈക്വൽ ടു ക്വാണ്ടിറ്റി സപ്ലൈ എന്ന് ആദ്യം എഴുതിയേക്കാം. എന്നിട്ട് നമ്മുടെ ഇക്വേഷനിൽ പറഞ്ഞ കാര്യങ്ങൾ എഴുതിയേക്കാം. 80 മൈനസ് 2p എന്ന് പറഞ്ഞാൽ എന്തിന് തുല്യമാണ്, ഈ പറഞ്ഞാൽ 60 പ്ലസ് 2pക്ക് തുല്യമാണ്. 60 പ്ലസ് 2pക്ക് തുല്യമാണെന്ന് കിട്ടി അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സംഖ്യകളൊക്കെ അങ്ങോട്ടും ഉണ്ടാവും, അതേപോലെ എന്ത് ചെയ്യാൻ ഈ പറഞ്ഞ ലെറ്റേഴ്സിനെ അങ്ങോട്ട് കൊണ്ടുവന്ന രീതി ചെയ്ത് നോക്കാം. അപ്പോൾ 80 നിന്നും 60 കുറക്കുന്ന രീതിയാകും. കാരണം
60 എന്നുള്ള ഇപ്പുറത്തേക്ക് സമത്തിൻ്റെ അപ്പുറത്തേക്ക് വരുമ്പോൾ -60 എന്ന് മാറും. അപ്പോൾ 2p എന്നുള്ളതൊക്കെ എന്ത് ചെയ്യും, ഒരു 2p കൂടി കൂട്ടാനാവും അല്ലേ. -2p അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ 2p പ്ലസ് ആവും. അപ്പോൾ എന്തായി മാറും, നമുക്കിവിടെ 20 എന്ന് പറയുമ്പോൾ എത്രയാണ്, 4p എന്നാണ് കിട്ടും അല്ലേ. അപ്പോൾ നമ്മുടെ p കാണാൻ എന്താ മതി, 20നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇത്ര ആൻസർ കിട്ടുക, 20 ഡിവൈഡ് ബൈ 4 എന്ന് പറയുമ്പോൾ 5 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇക്വിലിബ്രിയം പ്രൈസ് കിട്ടി, P സ്റ്റാർ = 5 ആണെന്ന് നമുക്ക് കിട്ടി അല്ലേ. ഇനി നമ്മൾ അടുത്ത് നോക്കാം, നമുക്ക് നോക്കാം ക്വാണ്ടിറ്റി സപ്ലൈ ആണ്. ക്വാണ്ടിറ്റി ആണ് നോക്കുന്നത്. ക്വാണ്ടിറ്റി = നമുക്കറിയാം എന്താണ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാണ്ടിറ്റി ഡിമാൻഡിനും ക്വാണ്ടിറ്റി സപ്ലൈക്കും തുല്യമായിരിക്കും. അപ്പോൾ നമ്മളൊരു ഇക്വേഷൻ ഇട്ട് ചെയ്യണം, ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇക്വേഷൻ ആണ് 80 - 2p എന്നാണ്. 80 - 2p എന്നാണ്. അപ്പോൾ ഞാനത് ചെയ്യുകയാണ്, 80 - 2 × p എത്രയാണ്, 5 ആണ് അല്ലേ. പ്രൈസ് 5 ആണ്, അത് ചെയ്ത് നോക്കാം. അപ്പോൾ 80 - 2 × 5 പറയുമ്പോൾ 10 എന്ന് കിട്ടും. അപ്പോൾ എത്ര വരിക, 70 എന്ന് കിട്ടും. ഇനി അതല്ല ഞാൻ ക്വാണ്ടിറ്റി സപ്ലൈ വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ എനിക്ക് കിട്ടും, നോക്കിക്കോളൂ, 60 + 2p എന്നായിരുന്നു അല്ലേ. 60 + 2p എന്ന് പറഞ്ഞതാണ് 2 × 5 എന്നാണ്. അപ്പോൾ നമുക്കറിയാം 60 + 10 എന്നാണ്. ഉത്തരം വരിക 70 എന്നാണ് നമുക്കിവിടെ ആൻസർ കിട്ടുക. ഓക്കെ ആണല്ലോ. അപ്പോൾ 2 ഏതാണ് നമുക്കിവിടെ ഉത്തരം കിട്ടും. അപ്പോൾ നമുക്ക് കിട്ടി ക്വാണ്ടിറ്റി സപ്ലൈയും കിട്ടി, ക്വാണ്ടിറ്റി ഡിമാൻഡ് നമുക്കിവിടെ കിട്ടി. ക്വാണ്ടിറ്റി സപ്ലൈയും പ്രൈസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എഴുതിയ ആൻസർ എഴുതുമ്പോൾ നിങ്ങൾ സെപ്പറേറ്റ് എടുത്ത് എഴുതണം. P സ്റ്റാർ = എത്ര വന്ന് 5 എന്നും അതേപോലെ Q സ്റ്റാർ = 70 ആണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, കൃത്യമായിട്ട് എഴുതിയെടുത്തേക്കണം കേട്ടോ. ഓക്കെ, ദെൻ ഫൈനലി ഒരു ക്വസ്റ്റ്യൻ കൂടി നമ്മൾ ചെയ്ത് നോക്കുകയാണ്. ക്വസ്റ്റ്യൻ ഇതാണ്, ഇങ്ങനെ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ വരും. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഭൂരിഭാഗം പേര് കൺഫ്യൂഷൻ ആവും. കാരണം ഈ തന്നിരിക്കുന്ന 1ഉം ഈ തന്നിരിക്കുന്ന 2 എന്താണെന്ന് അറിയാത്ത ആൾക്കാരാണ് കൺഫ്യൂഷൻ ആവുന്നത്. അത് കാര്യം ഞാൻ പറഞ്ഞു നോക്കോളൂ. നമ്മളോട് ഇക്വിലിബ്രിയം പ്രൈസും ക്വാണ്ടിറ്റിയും മാത്രമേ കാണാൻ പറയുള്ളൂ. അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്ന ഇക്വേഷൻ തരാം. ഒന്നാമത്തെ ഇക്വേഷനാണ് ക്വാണ്ടിറ്റി ഡിമാൻഡ് = 400 - p എന്ന് പറഞ്ഞത്. അതാണ് ഒന്നാമത്തെ ഇക്വേഷൻ. അതാണ് നമ്പർ ബ്രാക്കറ്റിൽ 1 ഇട്ട് തന്നത്. ഓക്കെ, ഇനി ക്വാണ്ടിറ്റി സപ്ലൈ ആണ് എന്ത്, ക്വാണ്ടിറ്റി സപ്ലൈ ആണ് നമ്മളിവിടെ പറയുന്ന ക്വാണ്ടിറ്റി സപ്ലൈ ആണ് 240 + 3 എന്ന് പറയുന്നത്. എന്താണ് പറയുന്നത്, 240 + 3 എന്ന് പറയുന്നത് കേട്ടോ. 240 + 3 എന്ന് പറഞ്ഞ് എന്നിട്ട് കൊടുത്തിട്ടുണ്ട് P - 4 ആണെന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ. അതാണ് നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ. ഓക്കെ, ഇങ്ങനെ വെച്ച് നമ്മൾ സോൾവ് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യും, നമ്മൾ അതാണ് നോക്കുന്നത്. നമുക്കറിയാം ക്വാണ്ടിറ്റി ഡിമാൻഡും ക്വാണ്ടിറ്റി സപ്ലൈ എന്തായിരിക്കും, ഇക്വിലിബ്രിയത്തിൽ തുല്യമായിരിക്കും നമുക്കറിയാം. അത് വെച്ച് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യമാണ്. ക്വാണ്ടിറ്റി ഡിമാൻഡ് നമുക്ക് എഴുതിയേക്കാം. എത്രയാണ്, 400 - p. 400 - p സമം എന്താണ്, 240 + 240 + 3 P - 4. P - 4 എന്നാണ് തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ഇതൊക്കെ അപ്പുറത്ത് കൊണ്ടുവന്നതിന് മുമ്പ് നമ്മൾ ഈ 3 കൊണ്ട് 2നെയും ഗുണിച്ച് ശരിയാക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് എഴുതി നോക്കാം. ഇപ്പോൾ വാല്യൂ എത്ര വരുന്നുള്ളത്, 400 - p സമം എന്താവും, 240 + 3 × p 3p എന്ന് വരും. 3 × 4 -12 എന്ന് വരും. കാരണം -4 കൊണ്ടാണ് ഗുണിക്കുന്നത് അല്ലേ. അപ്പോൾ 3 × 4 എത്രയാണ്, 12 ആണ്. മൈനസ് ചിഹ്നം വന്നാണ് മൈനസ് ഇട്ട് കൊടുക്കും. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ എന്തായാലും നമ്മുടെ ആൻസർ വരിക 400 - p എന്ന് പറഞ്ഞാൽ 240 - 12 + 3p എന്ന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് എഴുതാം അല്ലേ. അപ്പോൾ 240 12 കുറച്ചാൽ ബാക്കി എത്ര കിട്ടും നമുക്ക് നോക്കാം. 400 - p എന്ന് പറയുമ്പോൾ എത്രയാണ്, 240 10 കുറച്ചാൽ 230, 2 കൂടി കുറച്ചാൽ 228, 228 + 3p ആണ് നമുക്ക് കിട്ടി അല്ലേ. ഇപ്പോൾ നമ്മുടെ ഫൈനൽ ഇക്വേഷൻ്റെ ഫോർമാറ്റിലേക്ക് എത്തി. ഇനി നേരെ അങ്ങോട്ട് കൊണ്ടുപോയാൽ മാത്രം മതി. അപ്പോൾ നമ്മൾ -p ഇങ്ങോട്ട് കൊണ്ടുവന്നു, അതേപോലെ ഈ സംഖ്യയെ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താ ആൻസർ വരുന്നത്. അപ്പോൾ 400 - 228 എന്താവും, 3p + p എന്നായി മാറും അല്ലേ. അപ്പോൾ നമുക്ക് ഇത്ര ആൻസർ വരിക. അപ്പോൾ 400-ൽ നിന്നും ഈ പറഞ്ഞിരിക്കുന്ന 228 കുറക്കുക, 230 കുറച്ച് നോക്കാം. 400-ന് 250 കുറച്ചാൽ ബാക്കി 150 ഉണ്ടാവും. പിന്നെ എത്ര ഉള്ളത് നമുക്ക് കുറച്ച് നോക്കാം അല്ലേ. അപ്പോൾ എത്ര വരിക, കാൽക്കുലേറ്റർ വെച്ച് തന്നെ കുറച്ച് നോക്കാം. 200 കുറച്ച് കഴിഞ്ഞാൽ 200 ആയിരിക്കും ഉണ്ടാവുക. ബാക്കി എത്ര കൂടി കുറക്കണം, 28 കൂടി കുറക്കണം. അപ്പോൾ 72 ഉണ്ടാവുക. അപ്പോൾ എത്ര ഉണ്ടാവുക, 172 = 4p എന്ന് കിട്ടുക അല്ലേ. 172 = 4p എന്നാണ് കിട്ടുക. ശരിയല്ലടാ, സംശയം നിങ്ങൾക്ക് കുറച്ച് നോക്കാം. 400 - 228 നോക്കി നിങ്ങൾ, 0 10 8 കുറച്ച് ബാക്കി 2 വരും. 9 2 കുറച്ച് ബാക്കി 7 വരും. 3 2 കുറച്ച് ബാക്കി 1 വരും. യെസ്, 172 എന്ന് വരിക. അപ്പോൾ 172 = 4p എന്ന് കിട്ടി. നമുക്കിനി ബാക്കി വെച്ച് ചെയ്ത് നോക്കാം. P = എന്തായി മാറും, 172 / 4 എന്ന് കിട്ടും. അത് എത്ര വരിക, യെസ്. അപ്പോൾ നമുക്ക് ചെയ്യുമ്പോൾ എത്ര ഉത്തരം കിട്ടുക, 172നെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 172 / 4 എന്ന് പറയുമ്പം 160 ആകുമ്പോൾ 40 വരും. ബാക്കി 12, 12ൽ എത്ര വരും, 3 വരുന്നുണ്ട്. അപ്പോൾ +3, അപ്പോൾ എത്രയും 43 വരും. 43 ഫൈനൽ വരും. പ്രൈസ് എത്ര വരിക, 43 എന്ന് വരും അല്ലേ. ഇനി ലാസ്റ്റ് ക്വാണ്ടിറ്റി നമ്മൾ കാണാൻ, ക്വാണ്ടിറ്റി നമ്മൾ കാണാൻ ചെറിയൊരു ഇക്വേഷൻ എടുക്കുകയാണ്. ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇക്വേഷൻ എടുക്കുകയാണ്. 400 - p എന്നായിരുന്നു. അപ്പോൾ നമുക്ക് നോക്കാം എത്ര വരിക, 400 - p എന്ന് പറഞ്ഞാൽ 43 ആണ്. 400 43 കുറച്ച് ബാക്കി എത്ര ഉണ്ടാവുക, 56, 356. എത്ര ഉത്തരം വരിക, 356 എന്ന് വരും. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ ഇക്വേഷൻ വെച്ചിട്ട് അത് വെച്ചിട്ട് ചെയ്ത് നോക്കാം. അതായത് 228ലേക്ക് 3p കൂട്ടുക. 43നെ 3 വട്ടം ഗുണിച്ച് കഴിഞ്ഞാൽ എത്ര വരും, 4 × 3 120, 3 × 129 അല്ലേ. അപ്പോൾ 228ഉം കൂട്ടിയൊക്കെ മതി, വാല്യൂ കിട്ടും. അപ്പോൾ നമുക്ക് ഇവിടെ കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ഇവിടെ സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ,
അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കൂടി എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അങ്ങനെയാണ് നിങ്ങൾക്ക് ഇവിടെ വർക്കൗട്ട് ക്വസ്റ്റ്യൻ ഞാനിവിടെ തരാൻ പോകണം നോക്കുള്ളൂ. ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കട്ടോ. ഈ ക്വസ്റ്റ്യൻ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അതായത് ക്വസ്റ്റ്യൻ ഇവിടെ തന്നിട്ടുണ്ട്, ക്വാളിറ്റി ഡിമാൻഡ് തന്നിട്ടുണ്ട്, ക്വാളിറ്റി സപ്ലൈ തന്നിട്ടുണ്ട്. ഇനി നിങ്ങളോട് അടിസ്ഥാന സന്തുലിത വിലയും അളവും കണ്ടെത്താൻ പറഞ്ഞിരിക്കുന്നത്. പരീക്ഷയ്ക്ക് ഒരു 3 മാർക്കിന് ഈ ചോദ്യം വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വീണ്ടും അടുത്തൊരു ചോദ്യമായിട്ട് കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീ സൽസബീൻ സൈനിങ് ഔട്ട് ഫ്രം എജുപോർട്ട്. ബൈ.